എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പമാണ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വെള്ളയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും അവസാനം ഉണ്ടാക്കുന്ന അപ്പം വരെ നമുക്ക് സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളയപ്പം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ടുള്ള ഈസ്റ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്താൽ മതി. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു നുള്ളി ഈസ്റ്റ് ഇളം ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അവസാനം ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതും ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. ചൂടുകാലത്താണെങ്കിൽ ഒരു നുള്ളി ഈസ്റ്റും തണുപ്പ് കാലത്താണെങ്കിൽ 2 നുള്ള് ഈസ്റ്റും ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്ക് വേണ്ട അരിയും ബാക്കി സാധനങ്ങളും അരച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ 2 ഗ്ലാസ് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂർ ഇത് കുതിർത്തിട്ടുണ്ട്. 250 മില്ലിയുടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ അളവിൽ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇതുപോലെ 250 മില്ലിയുടെ കപ്പ് ഉണ്ടാവും. അതിൽ 2 കപ്പ് അളന്നെടുത്താൽ മതി. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ചോറും 1/4 കപ്പ് തേങ്ങ ചിരകിയതുമാണ്. ചോറ് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയതും കൂടുതൽ ചേർക്കുന്നതിൽ കുഴപ്പമില്ല. കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി നന്നായി കഴുകി മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് ചോറും തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അരി അരച്ചെടുക്കുമ്പോൾ 2 പ്രാവശ്യമായിട്ടാണെങ്കിലും അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് അരയ്ക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതുപോലെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അരച്ച് പകുതിയാകുമ്പോൾ ഇതുപോലെയൊന്ന് നോക്കണം. വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. മാവ് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാകും. ഈ സമയമാകുമ്പോഴേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ടാവും. ഇനി അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വെള്ളയപ്പത്തിൻ്റെ മാവ് പൊങ്ങാൻ വയ്ക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ വേണം ഒഴിച്ചു വയ്ക്കാൻ. മാവ് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് അരച്ചപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി ഈസ്റ്റ് എല്ലാ ഭാഗത്തും ഒരേപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 7 തൊട്ട് 8 മണിക്കൂർ വരെ ആകുമ്പോഴേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈം. ഇതിലും കൂടുതൽ സമയം പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. 10 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് പുളിപ്പ് രുചി വരാൻ തുടങ്ങും. അതുകൊണ്ട് പൊങ്ങി വരുന്ന സമയത്ത് തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് ഉടനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ വെള്ളയപ്പത്തിൻ്റെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം ഒന്ന് താന്നു വന്നിട്ടുണ്ട്. മാവ് പൊങ്ങി വരുന്ന സ്റ്റേജാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി മുകളിൽ നിന്ന് കോരി കോരി അപ്പം ചുട്ടെടുക്കാം. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് കുറേശ്ശെ കോരി വെള്ളയപ്പം ചുട്ടെടുക്കാം. ഇനി മാവ് ഇളക്കി കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ മാവ് കോരി ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഉടനെ തന്നെ അടച്ചു വെച്ച് ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.